രാമകൃഷ്ണൻ, ബാലകൃഷ്ണൻ ചുള്ളിമുണ്ട, സുധീഷ്, ശാന്ത. ഏത് കൊമ്പൻ എന്ത് കുലുക്കി മലമറച്ചു വന്നാലും ആ പാണക്കാട് കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കും. അത് ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. ആരെന്ത് പറഞ്ഞാലും, എന്ത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന പ്രവർത്തനമേ ലീഗുണ്ടാവൂ, ദളിത് ലീഗ് ഉണ്ടാവൂ. ഞങ്ങൾക്ക് അവിടെ ആശ്രയമുള്ളൂ. ഞങ്ങൾക്ക് എന്തും അവിടെ പോയി പറയാം. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പിൽ 30 കുടുംബങ്ങൾ മുസ്ലിം ലീഗിൽ ചേർന്നു. ദളിത് കുടുംബങ്ങളടക്കം CPM അനുഭാവികൾ ഉൾപ്പെടെയാണ് ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തത്. MLA N ഷംസുദ്ദീനും ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് EP ബാബുവും മെമ്പർഷിപ്പ് കൈമാറി. ഇപ്പൊ ലീഗിന്റെ അഖിലേന്ത്യാ കൌൺസിൽ നടക്കുകയാണ്. മദ്രാസിൽ 15-ാം തീയതി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കൌൺസിൽ. മുസ്ലിം ലീഗിന്റെ അതാ, ദളിത് ലീഗിന്റെ ഒന്നുമല്ല. ആ കൌൺസിലിലേക്ക് ദളിത് ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെയും പാണക്കാട് തങ്ങൾ നിർദ്ദേശിച്ചു, നിങ്ങൾക്കും പോകാം. ആ അഖിലേന്ത്യാ കൌൺസിലേക്ക് കടന്നു വരാൻ കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്തിലെ ദളിതനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്, അല്ലാതെ നമ്മൾ പോകുന്നതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ആശ്രയം ഒന്നേയുള്ളൂ, ഞങ്ങൾക്ക് അഭയം ഒന്നേയുള്ളൂ. ഈ രാജ്യത്തിലെ ദളിതനെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിലെ മുസ്ലിം ലീഗിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കുള്ള അഭയം, ആശ്രയം അത് പാണക്കാട് കുടുംബമാണ്. മുസ്ലിം ലീഗ് പള്ളിക്കുറുപ്പ് മേഖല രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ഐക്യം ശക്തിപ്പെടണം. അവർ ചരിത്രപരമായ കാരണങ്ങളാൽ ഭരണത്തിന്റെ അവകാശങ്ങൾ കിട്ടാതെ പോയവരാണ്. അതുകൊണ്ടാണ് അവർക്ക് സംവരണം വേണം എന്ന് അന്നും ഇന്നും എന്നും ഞങ്ങൾ ബാധിക്കുന്നു. സമൂഹങ്ങളുടെ അവകാശങ്ങളിലൊന്നും കൈവെക്കാതെ ഈ ജനവിഭാഗങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് ലീഗിന് കഴിയുന്നുണ്ട്, ലീഗ് അതിനുവേണ്ടി ശബ്ദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇവിടെ ചുള്ളിമുണ്ടയിലടക്കമുള്ള ദളിത് പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ടവർ ലീഗിനോട് കൂടുതൽ അടുക്കുന്നത്, ലീഗ് പാർട്ടി കൂടുതൽ ശക്തിപ്പെടുന്നത്. തീവ്രവാദം ലീഗ് അംഗീകരിക്കില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് യുദ്ധമുഖത്ത് രാജ്യം ഒരുമിച്ചു നിൽക്കണമെന്നും MLA പറഞ്ഞു. തീവ്രവാദം ഒരു കാലത്തും ലീഗ് പാർട്ടി അംഗീകരിച്ച ഒന്നല്ല. എന്തിന്റെ പേരിൽ തീവ്രവാദമായാലും അത് ഈ ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ല. അതുകൊണ്ടാണ് ലീഗ് പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് എപ്പോ തീവ്രമായി ആര് സംസാരിച്ചാലും അതിനെ നഖശികാന്തം എതിർക്കുന്നത്. തീവ്രവാദികളുടെ മതം തീവ്രവാദം മാത്രമാണ്. അവർ തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. അതിന് തീവ്രവാദം എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുകയാണ്, അല്ലെങ്കിൽ ജിഹാദ് എന്ന് വെറുതെ പറയുകയാണ്. അങ്ങനെ ഒരു ജിഹാദ് നടത്താൻ ഒരു മതവും കൽപ്പിച്ചിട്ടില്ല. ആ പാകിസ്ഥാനിലേക്ക് നമ്മുടെ രാജ്യം നടത്തിയ അതിശക്തമായ തിരിച്ചടി ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ്. ഭാരതീയർ എന്നുള്ള നിലക്ക് രാഷ്ട്രീയമായും ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി ഇവിടെ രാജ്യം ഒന്നിച്ചു നിൽക്കണം. യുദ്ധമുഖത്ത് ഇന്ത്യക്കാരെല്ലാം ഒന്നാണ്. ഐക്യത്തോടുകൂടി നമ്മുടെ പട്ടാളക്കാർക്ക്, നമ്മുടെ സൈന്യത്തിന് നമ്മൾ കരുത്ത് പകരണം. അലി അസ്കർ, മൻസൂർ തെക്കേതിൽ, അൻവർ സാദത്ത്, റിയാസ് നാലകത്ത്, അബ്ബാസ് കൊറ്റിയോട്, N അലി, രവി വാഴമ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം. പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. ട്രഡിഷൻ, ട്രെൻഡിംഗ്.